വെള്ളത്തിൽ വീണുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സൈന്യത്തിലെ വൈമാനികർക്ക് പരിശീലനം നൽകുന്ന ഇടം. അതാണ് കൊച്ചി നാവികാസ്ഥാനത്തുള്ള വാട്ടർ സർവൈവൽ ട്രെയിനിംഗ് ഫെസിലിറ്റി. ഓപ്പറേഷൻ സദേൺ റെസിഡൻസിന്റെ ഭാഗമായി 26 രാജ്യങ്ങളിൽ നിന്നുള്ള സായുധ സേനാംഗങ്ങൾ കേന്ദ്രം സന്ദർശിച്ച് പരിശീലന പ്രകടനം വീക്ഷിച്ചു. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിക്കുന്ന കാറ്റ്, കൂറ്റൻ തിരമാലകളിൽ പ്രക്ഷുബ്ധമായ കടൽ, 2 വൈമാനികരുമായി കടലിൽ പതിച്ച ഹെലികോപ്റ്റർ, ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾ. പ്രതിസന്ധികളെ അതിജീവിച്ച് അപകടം തരണം ചെയ്ത് ഇരുവരും പുറത്തേക്ക്. This is water survival training facility. Here we give training for aircrew from all the 3 services for coming out of an aircraft till the time they are rescued by the helicopter. It's a comprehensive and most realistic training wherein the sea conditions are also simulated. സൈനിക വിമാനങ്ങളോ ഹെലികോപ്റ്ററുകളോ വെള്ളത്തിൽ വീണുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് സൈനികർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന സംശയങ്ങൾക്കുള്ള മറുപടിയാണ് വാട്ടർ സർവൈവൽ ട്രെയിനിംഗ് ഫെസിലിറ്റിയിലെ പരിശീലനം. 2013 സൈന്യത്തിനായി കൊച്ചിയിൽ കേന്ദ്രം സ്ഥാപിച്ചത്. ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ 3ാമത്തെ രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്നും ചുരുക്കം രാജ്യങ്ങളിലെ സൈന്യങ്ങൾക്ക് മാത്രമാണ് ഈ സംവിധാനം സ്വന്തമായുള്ളത്. These are from all the contingencies that have arisen from time to time. There have been a lot of incidents that have happened in the past. So obviously we learn from those and we make sure that we are prepared for the next one. So that is how the technology is utilized and we are better prepared for tomorrow. It's a very unique setup that we have got here and that's where the technology comes to good use. പരിശീലനത്തിനായി കാറ്റ്, മഴ, ഇടി, തിര തുടങ്ങിയ വ്യത്യസ്ത അന്തരീക്ഷ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള സൗകര്യങ്ങളും കേന്ദ്രത്തിലുണ്ട്. ഓപ്പറേഷൻ സദേൺ റെഡിനെസിന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയ വിദേശ രാജ്യങ്ങളിലെ സേനാംഗങ്ങൾക്ക് മുന്നിലായിരുന്നു ചൊവ്വാഴ്ച നടന്ന പരിശീലന പ്രകടനം. So having the facility of this nature to practice and become very adept at real life scenarios would certainly make being in a scenario like this much easier to escape from and hopefully having an entire crew survive a scenario. വർഷങ്ങൾ മുൻപ് ലാൻഡിങ്ങിനിടയിൽ സൈനിക ഹെലികോപ്റ്റർ കടലിൽ പതിച്ചുണ്ടായ അപകടമാണ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചത്. ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന് പുറമെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും ഇവിടെ എത്തി പരിശീലനം നേടുന്നുണ്ട്. കോക്പിറ്റ്, പാരച്യൂട്ട് ഡ്രോപ്പ്, പാരച്യൂട്ട് ഡ്രാഗ് തുടങ്ങിയവയ്ക്കുള്ള പരിശീലനങ്ങളും ഇവിടെയുണ്ട്. രാജ്യത്തിന്റെ അഭിമാനമായ ഗഗൻയാൻ മിഷന് വേണ്ടിയുള്ള പരിശീലനത്തിന്റെ ഒരു ഭാഗവും ഇവിടെയാണ് നടക്കുന്നത്. മിഷൻ പൂർത്തിയാക്കി ബഹിരാകാശ യാത്രികർ കടലിൽ തിരിച്ചിറങ്ങുമ്പോഴുള്ള സാഹചര്യം നേരിടുന്നതിനുള്ള പരിശീലനമാണ് ഇവിടെ നൽകുക. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.